ഹലോ ഗായ്സ്, അപ്പൊ ഇന്ന് ഞാനും എറണാകുളം കൂടിയിട്ട് ഗുരുവായൂരിലേക്ക് പോവാണ്. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ട്രെയിനിലാണ് പോകുന്നത്. കാഞ്ഞങ്ങാടിന് ട്രെയിൻ കയറി. അതിൻ്റെ ഇടയിൽ വെച്ച് നമ്മൾ ഫുഡ് കഴിച്ചു. ഞാൻ തന്നെ എൻ്റെ കൈകൾ കൊണ്ടുണ്ടാക്കിയ മുട്ട ബിരിയാണി ആയിരുന്നു ഗായ്സ്. അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഉറങ്ങുമ്പോഴത്തേക്ക് തൃശ്ശൂരിലേക്ക് എത്തി. തൃശ്ശൂരിൽ നിന്ന് നേരെ ഉറക്കപ്പിച്ചിൽ ഇങ്ങനെ നടന്നു. പിന്നെ അവിടെ നിന്ന് ട്രെയിനൊക്കെ കയറി ഹോട്ടലിലെത്തി. രാവിലെ എണീറ്റു ഗായ്സ്. നമുക്ക് ഈ അമ്പലത്തിന്റെ സൈഡിൽ തന്നെയുള്ള ഒരു റൂമാട്ടോ കിട്ടിയത്. അപ്പൊ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നേരെ നമുക്ക് അമ്പലം കാണാൻ പറ്റും. അപ്പൊ അവിടെ നിന്ന് ഞാനിങ്ങനെ അമ്പലമൊക്കെ വീക്ഷിച്ച് പിന്നെ റെഡി ആയിട്ട് നമ്മൾ റെസ്റ്റോറന്റിൽ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ഗായ്സ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് ഞങ്ങൾക്ക് പുട്ടും പപ്പടവും കടലക്കറിയായിരുന്നു. അയ്യവാ, അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ സ്റ്റേജ് ബുക്ക് ചെയ്യാൻ പോയി ഗായ്സ്. അതായിരുന്നു ടാസ്ക്. എന്റെ പൊന്നോ, എത്ര ദൂരത്തുനിന്നായാലും ആൾക്കാർ അവിടെ തന്നെ ചെന്ന് സ്റ്റേജ് ബുക്ക് ചെയ്യണം. ഇനി വേറെ വഴിയുണ്ടോന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ ചോദിച്ചപ്പോൾ എല്ലാവരും ഇങ്ങനെയാണ് പറഞ്ഞത്. അത് ബുക്ക് ചെയ്യാന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അന്നത്തെ ഡേറ്റിന് നമുക്ക് ചിലപ്പോൾ സമയമല്ല. എല്ലാവർക്കും കുറെ ആൾക്കാരൊക്കെ വന്നത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റേജ് കിട്ടുകയില്ല. എന്തരോ ഭാഗ്യത്തിന് എനിക്ക് സ്റ്റേജൊക്കെ ബുക്ക് ചെയ്ത് കിട്ടി. എൻ്റെ കുറച്ച് സ്റ്റുഡൻസിന് ഒരു ചെറിയ പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്റ്റേജ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയത്. എത്ര ദൂരത്തു നിന്നുള്ള ആൾക്കാർ എന്തോരം കഷ്ടപ്പെട്ട് അവിടെ വന്നിട്ട് സ്റ്റേജ് കിട്ടാണ്ട് പോകുമ്പോൾ എന്തൊരു സങ്കടമാണെന്നറിയോ. ഇതൊക്കെ മാറേണ്ട കാലം ആയില്ലേ ഗൈസ്. അപ്പം ഞാൻ ഗുരുവായൂരിനോട് ബൈ ബൈ ഒക്കെ പറഞ്ഞു നമ്മൾ തൃശ്ശൂരുള്ള ശോഭ സിറ്റിയിലോട്ട് പോയി. പിന്നെ അവിടെ കറങ്ങി തേരാപ്പാരൊക്കെ നടന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് പിന്നെ രാത്രിത്തെ ട്രെയിൻ നേരെ കാഞ്ഞങ്ങാടോട്ടങ്ങ് തിരിച്ചു വന്നു. പിന്നെ എന്താ, ഗുരുവായൂർ പ്രോഗ്രാമിന്റെ വീഡിയോസ് ഒക്കെ ഇനി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബൈ ബൈ.